ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുന്നു, നീ കുറച്ചുകൂടി കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വൈജയന്തി പറയുന്നു, അത് ബാലചന്ദ്രനും ആകാലോ. ബാലചന്ദ്രൻ പറയുന്നു, പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ടത് അമ്മയല്ലേ. നീ ബബിതയുടെ ഫോൺ നോക്കാറുണ്ടോ? അവൾ പാസ്വേഡ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ലോക്ക് തുറക്കാൻ പറയണം. നീ അടുത്ത് ചെന്നിരുന്നിട്ട് പറയണം അവൾ എന്തൊക്കെ അതിൽ കാണുന്നു, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, അവളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവൾ എത്ര സമയം മൊബൈലിൽ കഴിയുന്നു, ഇതെല്ലാം നീയല്ലേ നോക്കേണ്ടത്. വൈജയന്തി പറയുന്നു, എന്റെ ബാലചന്ദ്ര, ഈ മൊബൈൽ എന്ന് പറയുന്നത് ഒരു കടലാ. ലോകം മുഴുവൻ അതിലുണ്ട്. അതിനകത്തോട്ട് കയറി ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് തപ്പിപ്പിടിക്കാൻ പറ്റുമോ? ബാലചന്ദ്രൻ പറയുന്നു, ശ്രമിച്ചാൽ സാധിക്കും. ഇല്ലെങ്കിൽ നീ പറഞ്ഞ കടലില്ലേ, അതിലോട്ട് ഒരു ദിവസം എല്ലാവരും അങ്ങ് മുങ്ങും. അന്നേരം കൈകാലിട്ടടിച്ച് കരങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. വൈജയന്തി പറയുന്നു, പിള്ളേരുടെ ഫോൺ ചോദിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ അവരുടെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കുന്നു എന്ന് അവര് പറയുന്നത്. ബാലചന്ദ്രൻ പറയുന്നു, നമ്മൾ വാച്ച് ചെയ്യുന്നു അവർക്ക് തോന്നണം, അത്രയും മതി. ഈ സമയം അലീന അവിടേക്ക് വരുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു, എന്താടി? അപ്പോൾ അലീന പറയുകയാണ്, എനിക്ക് പള്ളിയിലൊന്ന് പോകണമായിരുന്നു. വൈജയന്തി ചോദിക്കുന്നു, ഇപ്പൊ പള്ളിയിലോട്ട് ചെന്നിട്ട് എന്തിനാ? നീ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ എവിടുന്ന് വന്നു ദൈവം ഭക്തിയൊക്കെ? ബാലചന്ദ്രൻ പറയുന്നു, നിനക്ക് പള്ളി പോവുകയല്ലേ വേണ്ടത്, എപ്പോഴാണെന്ന് വെച്ചാ പൊയ്ക്കോ. വൈജയന്തി പറയുന്നു, ഇവൾക്ക് ഫുൾ റെസ്റ്റ് ആണെന്നല്ലേ ബാലചന്ദ്രൻ പറഞ്ഞത്, തോന്നിയപടി അലങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണോ റെസ്റ്റ്? ബാലചന്ദ്രൻ പറയുന്നു, നിന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലോ, ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞ അലീന അവിടെ നിന്ന് പോവുകയാണ്. വൈജയന്തി പറയുന്നു, ബാലചന്ദ്രൻ പിന്നെ അവൾ എന്ത് ചോദിച്ചാലും സമ്മതിച്ചു കൊടുത്തേക്കും. ബാലചന്ദ്രൻ പറയുന്നു, സ്വന്തം മക്കളുടെ ഫോണിൽ തൊടാൻ ധൈര്യമില്ലാത്ത നീ എന്തിനാണ് വൈജയ് ജോലിക്കാരിയുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറുന്നത്? വൈജയന്തി പറയുന്നു, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അവൾ അടങ്ങിയിരിക്കണ്ടേ? ബാലചന്ദ്രൻ പറയുകയാണ്, നീ ആ വിഷയം വിട്, നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിലോട്ട് വരാം. റോഹിക്ക് ഇപ്പോൾ എന്നോടൊരുമാതിരി ശത്രുത പോലെയാ, എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, നീ വേണോ അത് പറഞ്ഞു തിരുത്താൻ? വൈജയന്തി പറയുന്നു, അത് നിങ്ങൾ അവനെ അടിച്ചിട്ടല്ലേ? ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ? അവൻ ചെറിയ തെറ്റാണോ ചെയ്യുന്നത്? അലീനയോടും അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. വൈജയന്തി പറയുന്നു, ആര്? റോഹിയോ? വെറുതെ വേണ്ടാധീനം പറയല്ലേ ബാലചന്ദ്ര, സ്വന്തം മക്കളെ പറ്റി. ബാലചന്ദ്രൻ പറയുന്നു, വൈജയ് നീ കാണുന്നത് പോലെ അല്ല നമ്മുടെ മക്കള്. നിനക്ക് റോഹിയുടെ അടുത്ത് എന്നെക്കാളും സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ വേണോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. എന്തുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു, എന്തിനാണ് അവനെ അടിച്ചെന്നൊക്കെ? വൈജയന്തി പറയുന്നു, അതെല്ലാം ആവശ്യമില്ലാത്ത നടപടിയായി പോയി, ഇനി അതിനെ ന്യായീകരിക്കാനൊന്നും ഞാനില്ല. ബാലചന്ദ്രൻ പറയുകയാണ്, വേണ്ട, അത് ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞത്, അവരെ നീ കുറച്ചുകൂടി മനസ്സിലാക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. വൈജയന്തി പറയുന്നു, അലീന വന്ന ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളൂ, അതിനു മുമ്പ് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ പിന്നെ അവളെ അങ്ങ് പറഞ്ഞു അയച്ചേക്കുന്ന? ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഞാൻ എപ്പോഴേ റെഡിയാ, നാളെ എങ്കിൽ നാളെ. ബാലചന്ദ്രൻ ചോദിക്കുന്നു, പകരം വേറൊരാളെ കിട്ടണ്ടേ? നാളെ തന്നെ പരസ്യം കൊടുക്കാൻ പത്രത്തിലെന്ന വൈജയന്തി പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ പറയുകയാണ്, കൊടുക്ക്. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ പള്ളിയിലേക്ക് വന്ന അലീന കൃപാലയത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഡ്രൈവറോട് പറയുന്നു, ഇതെല്ലാം ഒന്ന് ഇറക്കി വെക്കുമോ, അതിന് വേറെ പൈസ തരണമെന്ന് ഡ്രൈവർ പറയുമ്പോൾ അലീന പറയുകയാണ്, തരാം. അലീനയും ഡ്രൈവറും കൂടി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. അവിടേക്ക് വന്ന സിസ്റ്റർ പറയുന്നു, കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, എന്തൊക്കെയാ? അലീന പറയുന്നു, അരി, ആട്ട, പഞ്ചസാര, പയറ്, കടല, പരിപ്പ്, തേയില, അങ്ങനെ അങ്ങനെ. സിസ്റ്റർ ചോദിക്കുന്നു, ഇതൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണെന്ന് ആര് പറഞ്ഞു? എനിക്കറിയാമെന്ന് അലീന പറയുമ്പോൾ ഒരു സിസ്റ്റർ ചോദിക്കുന്നു, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യം വരുവാണെന്ന് അലീന പറയുമ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ്, എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന്? അലീന പറയുന്നു, ദേവമാതാ ഹോസ്പിറ്റലില് ഞാൻ കുറച്ചു ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു നഴ്സാ പറഞ്ഞത് ഈ വൃദ്ധസദനത്തെ പറ്റി. അവരിവിടെ അടുത്തോ മറ്റോ ആണ് താമസം. സിസ്റ്റർ പറയുന്നു, ഓ അങ്ങനെ അറിഞ്ഞതാണല്ലേ. മോൾ എവിടെയുള്ളതാ? കടപ്പാട്ടൂരെന്ന് അലീന പറയുമ്പോൾ കടപ്പാട്ടൂർ എവിടെയാണെന്ന് സിസ്റ്റർ ചോദിക്കുകയാണ്. അലീന പറയുന്നു, നെടുമ്പുരക്കിൽ ബാലചന്ദ്ര മേനോൻ എന്ന ഒരാളെ അറിയുമോ? സിസ്റ്റർ പറയുന്നു, മേനോൻ സാറിനെ അറിയാം, ജൗളിക്കടയും സ്വർണ്ണക്കടയും ഒക്കെയുള്ള ആളല്ലേ. മേനോൻ സാറിന്റെ മോളാണോ? അതേന്ന് അലീന പറയുമ്പോൾ സിസ്റ്റർ പറയുകയാണ്, മേനോൻ സാറിന് ഇങ്ങനെ ഒരു സൽബുദ്ധി തോന്നിയല്ലോ, ഞങ്ങള് വിഷമിച്ചിരിക്കുകയായിരുന്നു. അലീന ചോദിക്കുന്നു, ഇവിടെ എത്ര പേരുണ്ട്? സിസ്റ്റർ പറയുന്നു, 22. കൂടുതലും കിടപ്പു രോഗികളാ, പ്രായം ചെന്നിട്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചവരാ കൂടുതലും. അലീന പറയുന്നു, എന്നോട് ആ നേഴ്സ് പറഞ്ഞായിരുന്നു ഇവിടെ കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടെന്ന്. സിസ്റ്റർ ചോദിക്കുന്നു, കാണണോ? അകത്ത് കയറി കാണാം. അലീന പറയുന്നു, ഇന്ന് വേണ്ട, ഞാൻ വേറൊരു ദിവസം വരാം, ഇന്ന് എനിക്ക് പള്ളിയിലൊന്ന് കയറണം. സിസ്റ്റർ ചോദിക്കുന്നു, ചേട്ടാ ഈ വലിയ പാക്കറ്റ് ഒന്ന് അകത്തേക്ക് വെച്ചേക്കുമോ? വേറെ ആരുമില്ല, ഞങ്ങളേ ഉള്ളൂ. അലീന പറയുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ശരിയെന്ന് ആ ചേട്ടൻ പറയുമ്പോൾ സിസ്റ്റർ പറയുകയാണ്, എന്നാലും മോളുടെ അച്ഛന് ഇങ്ങനെ ഒരു സൽബുദ്ധി തോന്നിയല്ലോ. അലീന പറയുന്നു, അച്ഛൻ കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളതാ, അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ അറിയാം. അങ്ങനെ അലീന ഡ്രൈവറോട് ചോദിക്കുന്നു, എത്ര രൂപയാ? ഇങ്ങി തന്നേരുന്ന ഡ്രൈവർ പറയുമ്പോൾ അലീന പറയുകയാണ്, എത്രയാണെന്ന് പറയാതെ എങ്ങനെയാ? ആ ചേട്ടൻ പറയുന്നു, സ്വർണ്ണക്കടയും ജൗളിക്കടയും ഒക്കെ ഉള്ളവരല്ലേ, കണക്കൊന്നും പറയുന്നില്ല, ഇങ്ങി തന്നേര്. അലീന പറയുന്നു, നിങ്ങൾ ചാർജ് പറ. ആ ചേട്ടൻ 300 എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നു, ഇവിടെ വരുന്ന ഓട്ടോക്കാര് 100 രൂപയെ വാങ്ങാറുള്ളൂ, ഇതെന്താ 300? ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നില്ലേന്ന് ആ ചേട്ടൻ പറയുമ്പോൾ സിസ്റ്റർ പറയുകയാണ്, അതിന് 100 രൂപ കൂടി വാങ്ങിച്ചോ? 300 കൂടുതലാ കേട്ടോ, ഞാൻ ഇറക്കി വെച്ച് തന്നില്ലേന്ന് ആ ചേട്ടൻ ചോദിക്കുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നു, ഇതൊക്കെ ഒരു സഹായം
സഹായമായിട്ട് കണക്കാക്കിയ പോരെ? ദാനം തരുന്നതല്ലേ? അലീന പറയുന്നു സാരമില്ല 300 തന്നേക്കാം. 300 രൂപ കൊടുക്കുമ്പോൾ ആ ചേട്ടൻ ചോദിക്കണ ചായ കുടിക്കാൻ ഒരു 50 കൂടെ. പുഞ്ചിരിച്ച 50 രൂപ കൂടി കൊടുത്തിട്ട് അലീന പറയുന്നു ചായ തന്നെ കുടിക്കണേ, കള്ളു കുടിക്കല്ലേ. അങ്ങനെ ആ ചേട്ടൻ വലിയ പാക്കറ്റുകളെല്ലാം അകത്തേക്ക് വെക്കുകയാണ്. സിസ്റ്റർ പറയുന്നു അത്രയും രൂപ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അലീന പറയുന്നു ഞാൻ ഓട്ടോ കൂലി കൊടുത്താലും വാങ്ങിക്കാത്ത ഓട്ടോറിക്ഷക്കാരും ഉണ്ട്. ഇതും അതും കൂടി ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. ഞാൻ പള്ളിയിൽ ഒന്ന് കയറട്ടെ എന്ന് പറഞ്ഞ അലീന പള്ളിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ ഫോണിലേക്ക് വിളിച്ച രോഹിത് പറയുന്നു എടാ ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു, മിനിങ്ങാന്നും വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. ഹരി പറയുന്നു ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാ. അതെന്താ അങ്ങനെയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഹരി പറയുകയാണ് എന്റെ കൂടെ കൂടിയിട്ട് നീ പിഴച്ചുപോയെന്നാണല്ലോ എല്ലാവരുടെയും പരാതി. മൊത്തത്തിൽ അങ്ങനെയാണ് സംസാരം. ഇനി ഞാനായിട്ട് നിന്നെ വഴി തെറ്റിക്കുന്നില്ല. രോഹിത് ചോദിക്കുന്നു ആണോ? വലിയ ഉപകാരം. ഹരി പറയുകയാണ് അത് പോട്ടെ, നീ എന്തിനാ വിളിച്ചെന്ന് പറ. രോഹിത് പറയുന്നു എനിക്ക് മനസ്സില്ല പറയാൻ. അപ്പോൾ ഹരി പറയുകയാണ് പറയടാ. രോഹിത് പറയുന്നു എടാ അലീന എന്നെ ഭീഷണിപ്പെടുത്തി. 2-3 കാര്യങ്ങളുണ്ട്. 1 അവളുടെ ഫോൺ എവിടെയാണെന്ന് അറിയണം. 2 ഞാൻ അവളോട് മാപ്പ് പറയണം. 3 ഞാനും നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. ഹരി പറയുന്നു കണ്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഞാനാണ് കുഴപ്പക്കാരൻ. എല്ലാവരും അങ്ങനെയാ കരുതിയിരിക്കുന്നത്. രോഹിത് പറയുന്നു അതുകൂടാതെ അവൾ എനിക്കൊരു ഡെഡ് ലൈനും തന്നു. ഈ 3 കാര്യത്തിൽ ഞാൻ പോസിറ്റീവായിട്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ അവളെ നമ്മള് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അവൾ എല്ലാവരോടും അനൗൺസ് ചെയ്യുമെന്ന്. ഹരി പറയുന്നു കൊള്ളാം, അതിനെ ആരാ അറിയാനുള്ളത്? ഇവിടെ ആർക്കും അറിയത്തില്ല ഹരിന്ന് രോഹിത് പറയുമ്പോൾ ഹരി ചോദിക്കാണ് അവളുടെ ഫോണിന്റെ കാര്യം നീ എന്നാ പറഞ്ഞു? രോഹിത് പറയുന്നു നീ അത് പുഴയിൽ ഇറങ്ങിയെന്നാ ഞാൻ പറഞ്ഞത്. നീ അവളോട് ക്ഷമ പറഞ്ഞുവെന്നാ ഹരി ചോദിക്കുമ്പോൾ രോഹിത് പറയുകയാണ് എവിടുന്ന്? നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് സമ്മതിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായി. ഹരി ചോദിക്കുന്നു അവള് നിർബന്ധിച്ചില്ലേ? രോഹിത് പറയുകയാണ് ഇല്ലടാ, പകരം അവൾ ഒരു പ്രവചനം നടത്തി. ഞാൻ എന്നെങ്കിലും ഒരിക്കൽ അവളുടെ കാല് പിടിച്ച് കരഞ്ഞ് സോറി പറയുമെന്ന്. എന്റെ പട്ടി പറയുമടാ ഹരി. അവൾ ഹരി പറയുകയാണ് എടാ പൊട്ടാ, നിനക്ക് അപ്പൊ തന്നെ അവളുടെ കാലിലേക്ക് വീണ് സോറി സോറി എന്ന് 4 തവണ പറഞ്ഞുകൂടായിരുന്നു. രോഹിത് പറയുന്നു അതിനൊന്നിനും രോഹിത്തിനെ കിട്ടത്തില്ല മോനെ. ഹരി പറയുന്നു എടാ 2 സോറി പറഞ്ഞാൽ നമുക്ക് എന്താ നഷ്ടം? പോയ 2 വാക്ക് കിട്ടിയാലോ അവളുടെ സിമ്പതി. നീ അവളെ വാശി പിടിപ്പിക്കണ്ടായിരുന്നു. രോഹിത് പറയുന്നു ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്, അവള് മറ്റേ സംഭവം അച്ഛനോടും അമ്മയോടും പറയുമോന്ന്. ഹരി പറയുന്നു കണ്ടോ വല്ല കാര്യമുണ്ടോ? നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് നിൽക്കാൻ നോക്കണം. രോഹിത് പറയുകയാണ് ഒരു അഡ്വൈസ് ചോദിക്കാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ഹരി പറയുന്നു ഇനി പോട്ടെ എന്ന് വെക്ക്, നിലവില് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല എന്ന് രോഹിത് പറയുമ്പോൾ ഹരി പറയുകയാണ് ശരിയടാ കട്ട് ചെയ്തോ. പിന്നീട് കാണിക്കുന്നത് മനു ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കുകയാണ് അലീന. പുഞ്ചിരിച്ച അലീന ചോദിക്കുന്നു എറണാകുളത്തിന് പോയില്ലായിരുന്നോ മനുവേട്ടൻ? മനു പറയുന്നു ഇല്ല, ഞാൻ കൊല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ആരോഗ്യം? ഉഷാറായി വരുന്നുണ്ടോ? അലീന പറയുന്നു ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്, കഠിന ജോലിയൊന്നും ചെയ്യുന്നില്ല. മനു ചോദിക്കുന്നു അങ്കിൾ ഉണ്ടല്ലോ അല്ലേ? അലീന പറയുന്നു ഉണ്ട്, വാ ഹായ് അങ്കിൾ എന്ന് വിളിച്ച് മനു അരികിലേക്ക് വന്നിരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു മനു നിന്നെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ അങ്കിളെന്ന് മനു ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അലീനയെ ശ്രദ്ധിക്കുകയാണ്. ഇത് കണ്ട് മനു അലീനയോട് ചായ കൊണ്ടുവരാനായി പറയുകയാണ്. കൈകൊണ്ട് ചായ കൊണ്ടുവരാനായി പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു നിനക്ക് ചായ വേണമെങ്കിൽ അവളോട് പറഞ്ഞാ പോരെ, എന്തിനാ കഥകളി? മനു പറയുന്നു പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം ഇത് ചുമ്മാ ഒരു കുസൃതി. ഇത് കേട്ട് പുഞ്ചിരിച്ച അലീന അകത്തേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പൊ വരാം. തുടർന്ന് മനുവിന്റെ അടുക്കിലേക്ക് വന്ന ബാലൻ കത്രിക കാണിച്ചിട്ട് ചോദിക്കുന്നു നീ ഇത് കണ്ടോ? ഈ കത്രിക ഏതാണെന്ന് മനു ചോദിക്കുമ്പോൾ ബാലൻ പറയുകയാണ് ഇതാണ് അലീനയുടെ വയറ്റിൽ തുളച്ചു കയറിയ കത്രിക, ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാ. അത് വാങ്ങിച്ചു നോക്കി. മനു പറയുന്നു ഇത് 1.5 അടി നീളം ഉണ്ടല്ലോ. ബാലൻ പറയുന്നു ഇത് എന്റെ റൂമിൽ ഇരുന്നതാ, ഞാൻ ഈ മീശ വെട്ടാനൊക്കെ ഒരു ദിവസം കണ്ടില്ല, പിന്നെ അത് രോഹിയുടെ റൂമിൽ ഇരിക്കുന്നത് കണ്ടു. ഇതാണ് യഥാർത്ഥ പ്രതി. മനു ചോദിക്കുന്നു അങ്കിൾ എന്തിനാ എന്നോട് ഇത് പറയുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. ബാലൻ പറയുന്നു എന്താണ് അന്ന് നടന്നതെന്ന് നിനക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞാനത് മുഖവിലക്കെടുത്തില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം. മനു ചോദിക്കുന്നു ആര് പറഞ്ഞു? അലീനയോ? ബാലൻ പറയുന്നു ചോദിച്ചാ പറയുമായിരിക്കും, ഞാൻ ചോദിച്ചില്ല, ഞാൻ ചെറുതായി പോകും, അതുകൊണ്ടാ. നീ എങ്ങനാ മനു അത് കൈകാര്യം ചെയ്തത്? ഹരിയെ അവന്റെ റൂമിലിട്ട് അടച്ച് ഞാൻ ശരിക്കും കൊടുത്തു. എന്തിനാ അടിക്കുന്നതെന്ന് അവൻ എന്നോട് ചോദിച്ചു. നിനക്ക് മനസ്സിലായില്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. മനസ്സിലായി എന്ന് പറയുന്നത് വരെ ഞാൻ കൊടുത്തു. എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു. ബാലൻ പറയുന്നു ഞാൻ ഇത് അറിഞ്ഞപ്പോൾ മുതൽ നീറി പുകഞ്ഞിരിക്കുക, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മനു പറയുന്നു അങ്കിൾ ഒന്നും ചെയ്യണ്ട. അങ്കിൾ രോഹിയെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ അതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത്. അങ്കിൾ എല്ലാം അറിഞ്ഞുവെന്ന് അവന് ബോധ്യമാകണം. അവന് തന്നെ കുറ്റബോധം തോന്നിയിട്ട് അവൻ വന്ന് അങ്കിളിനോട് മാപ്പ് പറയണം. അവനത് പറയുന്നില്ലെങ്കിൽ ചെയ്തതിനെ പറ്റി അവൻ ഒരു മനസാക്ഷിക്കുത്തുമില്ല. അങ്ങനെ ഒരുത്തിനെ തല്ലിയിട്ടും കാര്യമില്ല. ബാലൻ പറയുന്നു ആ പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കാൻ വയ്യ മനു, അതാണ് ഏറ്റവും വലിയ വിഷമം. എന്താ അവളോട് പറയേണ്ടത്? മനു പറയുന്നു അങ്കിൾ ഒന്നും പറയണ്ട, അങ്കിളിനെ അവൾക്കറിയാം. ബാലൻ പറയുകയാണ് അവള് പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. മനു പറയുന്നു നമ്മളെല്ലാം ഓർത്താണ് അങ്കിളെ അവൾ അത് മറച്ചു വെച്ചത്. ബാലൻ പറയുന്നു എന്നിട്ട് ഇപ്പോഴും അവൻ അവളോട് ദേഷ്യം കേറി ചെന്ന് കർണക്കുട്ടി അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നു. മനു പറയുന്നു ഒന്നും വേണ്ട അങ്കിളെ, ശരിക്കും ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിനെ ഹരിയുടെയാ, രോഹിയെ കൂടി അവൻ പങ്കു ചേർത്തന്നേ ഉള്ളൂ. അലീനെ ഉറക്കെ ചോദിക്കുന്നു അങ്ങോട്ട് കൊണ്ടുവരട്ടെ? മനു പറയുകയാണ് ആ കൊണ്ടുപോര്. അലീന ചായയുമായി അവിടേക്ക് വരുമ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞ്
പറഞ്ഞ് ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് മനു. അലീന പറയുന്നു വെൽക്കം. നല്ല ചായയാണെന്ന് മനു കൈകൊണ്ട് കാണിക്കുമ്പോഴും ബാലൻ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. അലീന അകത്തേക്ക് പോയതിനു ശേഷം ബാലൻ പറയുകയാണ് വൈജി അവളെ പിരിച്ചുവിടാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുക. മനു പറയുന്നു അല്ലെങ്കിലും ഇനി ഇവിടെ നിർത്തണ്ട അങ്കിളെ, അലീനയ്ക്ക് പറ്റിയ സ്ഥലമല്ല ഈ വീട്. ഞാൻ അവൾക്ക് വേണ്ടി വേറെ ട്രൈ ചെയ്യുന്നുണ്ട്. ബാലൻ ചോദിക്കുന്നു എടാ മോനെ, അമ്മ ആര് നോക്കൂ ഇത്ര നന്നായിട്ട്? മനു പറയുകയാണ് അത് ആന്റിയും വിചാരിക്കണ്ടേ. ബാലൻ പറയുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഇത്രയും നെഗറ്റീവ് ഇവളുടെ മനസ്സിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോഴാ ഇപ്പം അവനവനോട് തന്നെ ഒരുതരം പുച്ഛം. മനു പറയുന്നു അങ്കിൾ അതെല്ലാം വിട്ടുകളാം. അലീന വരുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, അത് ഫോളോ ചെയ്താൽ മതി. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിക്കുട്ടി. കൊച്ചെ ഇതാരാണെന്ന് നോക്കിയെന്ന് പറഞ്ഞ് ഫോൺ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മുത്തശ്ശി. ഫോൺ അറ്റൻഡ് ചെയ്ത അലീന പറയുന്നു രേവതിക്കുട്ടി വേഗം പറയടി. രേവതിക്കുട്ടി ചോദിക്കുന്നു ചേച്ചി എവിടെ, ജോലി തിരക്കിലാണോ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അലീന പറയുന്നു ഇവിടെ ഒരു തിരക്കുമില്ല, നീ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ വേഗം വേഗം എന്ന് പറഞ്ഞത്. രേവതിക്കുട്ടി പറയുന്നു അയ്യടാ, എന്നാ ഞാൻ കുറച്ച് പതുക്കെ പറയുന്നുള്ളൂ. പുഞ്ചിരിച്ച അലീന പറയുന്നു നീ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോടി, ഞാൻ കേൾക്കാം. രേവതിക്കുട്ടി ചോദിക്കുന്നു ചേച്ചി ജോലി ചെയ്യാൻ തുടങ്ങിയോ ചേച്ചി? അലീന പറയുന്നു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ. രേവതിക്കുട്ടി പറയുകയാണ് എനിക്കറിയാം, അവിടുത്തെ മേഡം അമ്മിക്കല്ലും മാട്ടുകല്ലും ഒക്കെ എടുത്തു വെച്ച് മുന്നിലോട്ട് തരും. അലീന പറയുന്നു ഞാൻ സൂക്ഷിച്ചാ ഓരോന്ന് ചെയ്യുന്നത്. രേവതിക്കുട്ടി ചോദിക്കുന്നു മറ്റേ കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞു ചേച്ചി? അലീന പറയുകയാണ് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇന്ന് മനുവേട്ടൻ ഉണ്ടായിരുന്നു, സാറിന്റെ കൂടെ പുറത്തോട്ട് പോയി. മനുവേട്ടൻ പറയുമോന്നറിയില്ല. ഇത് കേട്ട് മുത്തശ്ശി ശ്രദ്ധിക്കുകയാണ്. അലീന പറയുന്നു ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്ത് സംശയമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് ഇന്ന് മനുവേട്ടൻ വന്നപ്പോൾ കത്രികയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ആ സെയിം കത്രികയുടെ കാര്യമാണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുന്നു കേട്ടില്ലടി, ഒന്നുകൂടി പറഞ്ഞേ. രേവതിക്കുട്ടി പറയുന്നു എക്കോ അടിക്കുന്നതാ ചേച്ചി, ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമേ. ഫോൺ കട്ട് ചെയ്ത അലീന പറയുന്നു അവള് പറയുന്നത് തിരിയുന്നില്ല, എക്കോ, ഞാൻ ഇപ്പൊ വരാമേ. അങ്ങനെ അലീന റൂമിൽ നിന്ന് പോകുമ്പോൾ എടീന്ന് വിളിച്ച് സംശയത്തോടുകൂടി കിടക്കുകയാണ് മുത്തശ്ശി. തുടർന്ന് രേവതിക്കുട്ടി വീണ്ടും അലീനയെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അലീന പറയുന്നു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി പറയുകയാണ് ചേച്ചി അതിനിടയ്ക്ക് ഞാൻ മാമച്ചനങ്കിളിന് കുമ്പളങ്ങ ജ്യൂസ് കൊടുക്കാൻ പോയി. ചേച്ചി എവിടെ ഏതാണ്ട് ചെയ്യുകയാണല്ലോ. അലീന ചോദിക്കുന്നു അത് നിനക്കെങ്ങനെ അറിയാം? അവിടെ ഇരുന്ന് കാണാൻ മൂടി. രേവതിക്കുട്ടി പറയുന്നു എനിക്കറിയാം. അപ്പോൾ അലീന പറയുകയാണ് ഞാൻ ഇവിടെ ചില്ലറ ജോലികളൊക്കെ ചെയ്യുക, റെസ്റ്റ് ഇല്ല അല്ലേന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുന്നു ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി, ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. രേവതിക്കുട്ടി ചോദിക്കുന്നു വൈജയന്തി മാഡം റെസ്റ്റ് തരില്ലായിരിക്കും അല്ലേ? പുള്ളിക്കാരി ശരിക്കും സൈക്കോ ആണല്ലേ? അലീന പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. മുത്തശ്ശി എന്നോട് ചോദിച്ചു എനിക്ക് ആഗ്രയിലെ എന്തെങ്കിലും കാര്യം അറിയുമോന്ന്. ആഗ്രയിലെ എന്ത് കാര്യമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് ഞാനൊരു ചെറിയ നമ്പർ ഇട്ടതാ. മാഡം ആഗ്രയിൽ താമസിച്ചിരുന്ന കാലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാനൊരു ഊഹം വെച്ചു. ഞാൻ എന്റെ വയസ്സും മാഡം ആഗ്രയിൽ താമസിച്ച വർഷവും തമ്മിൽ കൂട്ടിയും കിഴിച്ചു നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ശിഷ്ടം 1 വന്നു. ശിഷ്ടം 1 എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് അതായത് ഞാൻ. രേവതിക്കുട്ടി ചോദിക്കുന്നു മാഡം ആഗ്രയിൽ താമസിച്ച കാലത്താണോ ചേച്ചിയുടെ ജനനം? അലീന പറയുന്നു കണക്ക് കൂട്ടി നോക്കുമ്പോൾ അങ്ങനെയാ കാണുന്നത്. രേവതിക്കുട്ടി പറയുകയാണ് അവിടെ വെച്ച് ചേച്ചിയെ പ്രസവിച്ചെങ്കിൽ ചേച്ചി എങ്ങനെ കഴക്കൂട്ടത്ത് വന്നു? അലീന പറയുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊരു ഊഹം പറഞ്ഞതാ മോളെ. രേവതിക്കുട്ടി ചോദിക്കുന്നു വർഷത്തിന്റെ കണക്ക് കറക്റ്റ് ആണല്ലോ? അലീന പറയുകയാണ് അതെ, തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് മുത്തശ്ശിയുടെ ഒരു ആങ്ങള താമസിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ വെച്ച് പ്രസവം നടത്തിയിട്ട്. രേവതിക്കുട്ടി പറയുന്നു എന്റെ ചേച്ചി ഇത് എന്നതായി പറയുന്നത്, കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. അലീന പറയുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത്, ഞാൻ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. രേവതിക്കുട്ടി പറയുന്നു എന്തായാലും കൊന്നുകളഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അലീന പറയുന്നു ഞാൻ വെറുതെ ഒന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞതാ, പക്ഷെ മേഡം പേടിച്ചുപോയി. മുത്തശ്ശിയെ കൊണ്ട് എന്റെ അടുത്ത് ചോദിപ്പിച്ചു എനിക്ക് ആഗ്രയിലെ ചരിത്രം എന്തൊക്കെ അറിയാമെന്ന്. രേവതിക്കുട്ടി ചോദിക്കുന്നു അപ്പൊ ചേച്ചി എന്നാ പറഞ്ഞേ? അലീന പറയുന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന്, എനിക്ക് വല്ലതും അറിയും. രേവതിക്കുട്ടി പറയുന്നു ഷോ എല്ലാം അറിയാമെന്ന് പറയാമായിരുന്നു, എനിക്ക് ശരിക്കും പേടിച്ചേനെ. അലീന പറയുന്നു നമുക്ക് അറിയാവുന്ന കാര്യം പോലും പറയാൻ നിവൃത്തിയില്ല, പിന്നെ എന്തിനാ അറിയാത്ത കാര്യം പറയുന്നത്? രേവതിക്കുട്ടി പറയുന്നു അല്ല ചേച്ചി എനിക്കൊരു സംശയം, ആഗ്രയിൽ വെച്ചാണ് സംഭവമെങ്കിൽ ചേച്ചിയുടെ അച്ഛനൊരു ഹിന്ദിക്കാരനാണോ, നോർത്ത് ഇന്ത്യൻ? ഇത് കേട്ട് സംശയത്തോടു കൂടി നിൽക്കുന്ന അലീനയെ കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. കൃപാലയത്തിലെ സിസ്റ്റർമാര് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ്. വാതിൽ തുറന്ന അലീന അവരോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും 2000 രൂപ അവർക്ക് കൊടുക്കുകയുമാണ്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി ആ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പോകുമ്പോൾ കാറിൽ അവിടേക്ക് വരികയാണ് ബാലചന്ദ്രൻ. കാറിൽ നിന്ന് ഇറങ്ങിയ ബാലചന്ദ്രൻ ഉമ്മർത്ത് നിൽക്കുന്ന അലീനയും ഗേറ്റ് കടന്നു പോകുന്ന സിസ്റ്റേഴ്സിനെയും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു ആ സിസ്റ്റേഴ്സിന് എത്ര രൂപ കൊടുത്തു? 2000 എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നു ബാലചന്ദ്ര മേനോനേക്കാളും വലിയ പണക്കാരിയാണോ നീ? ഇത് കേട്ട് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന വൈജയന്തി ബാലചന്ദ്രനും അലീനയും പുറത്തു പോയി നിറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് വൈജയന്തി അലീനയോട് ചോദിക്കുന്നു ബാലചന്ദ്രന്റെ കൂടെ നീ കാറിലാണോ പോയത്? അപ്പോൾ അലീന ചോദിക്കുകയാണ് എന്ത് ചോദ്യാ മാഡം, ബാലചന്ദ്രൻ സാർ കാറിലും ഞാൻ കാറിന്റെ പുറകെ നടന്നു പോകണമായിരുന്നു. ദേഷ്യത്തോടു കൂടി വൈജയന്തി പറയുന്നു എന്നോട് തർക്കുത്തരം പറയാൻ തന്നെ തീരുമാനിച്ചു. അലീന പറയുന്നു ചോദ്യത്തിന് അത് അർഹിക്കുന്ന മറുപടി പറഞ്ഞു. വൈജയന്തി പറയുന്നു ഇതിവിടെ നടക്കത്തില്ല, പറപ്പിക്കും ഞാൻ ഇവിടുന്ന്.
അപ്പോൾ അലീന പറയുകയാണ്, മാഡം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഇത് കിട്ടി അലീനയെ നോക്കുകയാണ് വൈജയന്തി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.